ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഫ്രൂട്ട് സാലഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി 1/4 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിൽ നന്നായി കട്ടയില്ലാതെ കലക്കിയെടുക്കണം. ഇത് വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ്. ഇതിനി എടുത്തു വച്ചിരിക്കുന്ന പാലിൽ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. തിളപ്പിക്കുമ്പോൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. പാല് നല്ലതുപോലെ തിളച്ച് കുറുകി പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തണിയാൻ വേണ്ടി മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച ഈ കസ്റ്റാർഡ് മിക്സ് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. പോംഗ്രാനറ്റ്, പഴം ചെറുതാക്കി മുറിച്ചത്, 1 കഷ്ണം ആപ്പിൾ ചെറുതാക്കി മുറിച്ചത്, സ്ട്രോബെറി ചെറുതാക്കി മുറിച്ചത്, ആപ്പിൾ ബേർ ചെറുതാക്കി മുറിച്ചത്, കുറച്ച് കറുത്ത മുന്തിരി, പച്ചമുന്തിരി, ഇത്രയും ഫ്രൂട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഫ്രൂട്ട്സ് എല്ലാം നന്നായി തണുപ്പിച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലും ഫ്രൂട്ട്സും തണുപ്പിക്കാതെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് 1/2 മണിക്കൂർ തണുപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ചൂടുകാലത്ത് വിശപ്പും ദാഹവും ഒരേപോലെ അകറ്റാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയ ഒരു ഫ്രൂട്ട് സാലഡാണിത്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.